ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധ അമ്മനെ വിളിച്ചുകൊണ്ട് പോകണം. അമ്മ ഇങ്ങോട്ട് വന്ന് ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ സമയത്ത് അഭിലാഷ് അയ്യപ്പൻ്റെ കയ്യിലൊരു ബോക്സ് കൊടുക്കാണ്ടിട്ട് എന്താ ചോദിക്കുമ്പോൾ ഇത് സ്കോച്ചാണെന്ന് പറയട്ടോ. അയ്യോ, ഇത്രയും വില കൂടി സാധനം എന്നൊക്കെ ചോദിക്കുകയാണ്. ഇതേ സമയം രാധ അമ്മനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അയാളൊരു ഗുണ്ടയാണ്. ഓട്ടോ സ്റ്റാൻഡിൽ അന്വേഷിച്ചാൽ അറിയാം ബോബിയുടെ കൂടെ നടക്കുന്ന ആളാണ്, വിക്രമേട്ടൻ്റെ ശത്രുവാണെന്നൊക്കെ പറയട്ടോ. പിന്നെ പറയുന്നുണ്ട് അയാളെ ഭാര്യ വരെ അയാൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. ഭാര്യയോ? അയാൾക്ക് ഭാര്യയുണ്ട്. ഭാര്യയുണ്ട് അമ്മയെന്ന് പറഞ്ഞിട്ട്. എന്തായാലും അച്ഛൻ ഒരിക്കലും ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രത്തോളം ആയോ അച്ഛൻ എന്നൊക്കെ ചോദിക്കാനായിട്ട് രാധ. എന്തായാലും ഈ ഒരു തെറ്റിന് അമ്മ കൂട്ടി നിൽക്കില്ല മോളെ, നീ കെട്ടാതെ ഈ വീട്ടിൽ നിന്നാലും അമ്മ ഇതിന് കൂട്ടി നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വെട്ടോത്തിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ്. അമ്മ നിൽക്ക്, ഇതങ്ങനെ ഇട്ടാൽ ശരിയാവില്ല, ഇവരങ്ങനെ പോകുന്നവരല്ല എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ വിളിക്കുകയാണ്. വിക്രത്തിനെ വിളിക്കുമ്പോൾ വിക്രം രാധയുടെ നമ്പർ കാണുമ്പോൾ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും രാധ വിളിക്കും. അപ്പോൾ ഫോൺ എടുക്കും. എന്നിട്ട് എന്താടി പറഞ്ഞ് തൊലക്കിന്ന് പറയും കേട്ടോ. അപ്പോൾ എന്നെ അച്ഛൻ കല്യാണം കഴിച്ചു കൊടുക്കാൻ പോകും. അത് നല്ല കാര്യമല്ലേ, പയ്യൻ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. ആണോ? ശരി, നല്ല കാര്യമാണ് അതെന്നൊക്കെ പറയട്ടോ. അപ്പോൾ നീ പയ്യൻ ആരാണെന്ന് അറിയണ്ടേ? എനിക്കതൊന്നും അറിയണ്ട, നിനക്ക് ഇഷ്ടപ്പെട്ട നിലയ്ക്ക് നല്ല കാര്യമല്ലേ, നടക്കാം എന്നൊക്കെ പറയാം കേട്ടോ. അതെ, ആ ബോബിയുടെ കൂടെയുള്ള ആളാണ്, ബോബിയുടെ ഗുണ്ട. പിന്നെ അഭിലാഷ് എന്ന് പറയട്ടോ. അഭിലാഷോ? അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി ചോദിക്കും കേട്ടോ. അതൊന്നും എനിക്കറിയില്ല. അതേ, അച്ഛൻ അയാളെയും കൂട്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്നെ രക്ഷിക്കാനായിട്ട് നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യ്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അയാളുടെ മുന്നിൽ തല കുനിച്ച് കൊടുക്കേണ്ടി വരും എന്നിട്ട് രാധ ഫോൺ കട്ട് ചെയ്യാണ്. വിക്രം ഉടനെ തന്നെ പോകാനായിട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ വേദങ്ങനെ വിക്രം പോകുന്നത് കാണുമ്പോൾ ഹലോ വിക്രമാദിത്യ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അടുത്തേക്ക് ചെല്ലാണ്. എന്താ തിരക്കിട്ട് പോകുകയാണെന്നുണ്ടല്ലോ എന്ന് പറയാൻ കേട്ടോ. അതിന് നിനക്ക് എന്താണെന്ന് ചോദിക്കുകയാണേ. അപ്പോൾ പറയുന്നുണ്ട് അല്ല, ആരെയോ സഹായിക്കാനുള്ള പോക്കാണെന്ന് പോക്ക് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന് പോക്കറ്റിൽ വല്ല ഉണ്ടോ കാശൊക്കെ എന്ന് ചോദിക്കാൻ കേട്ടോ. അതൊക്കെ നീ എന്തിനാണ് അറിയുന്നത്? വേണമെങ്കിൽ വള വെച്ചോ എന്ന് പറഞ്ഞിട്ട് വള കൊടുക്കാൻ കേട്ടോ. എനിക്ക് വേണ്ട നിൻ്റെ വളയൊന്നും പറയാൻ കേട്ടോ. തന്നാലെടുക്കാൻ മടി, പക്ഷെ ആരും കാണാതെ എടുത്തുകൊണ്ട് പോകാൻ ഒരു മടിയില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രമിന് ദേഷ്യം വരാം കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. വേണമെങ്കിൽ ഇത് വെച്ചൊത്തിരി വിക്രമാണെന്ന് പറഞ്ഞിട്ട് വള കൊടുക്കാനിട്ട് വീണ്ടും. അപ്പോൾ അതെ വിക്രം, അത് മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, വേതാളം വേണ്ട, വേദ അത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് വേദയായിരിക്കും കേട്ടോ. അപ്പോൾ വിക്രം ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി പോകും. ഇതേ സമയം അഭിലാഷിൻ്റെയും അച്ഛൻ്റെ ഒക്കെ അടുത്തേക്ക് കുപ്പിയും അതുപോലെ കുപ്പിയല്ല ഗ്ലാസും വെള്ളമൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ. ഗ്ലാസും വെള്ളം കൊണ്ടുവരാൻ പറയുമ്പോൾ അപ്പോൾ ഇത് കൊണ്ടുവരുന്നതാണ് അഭിലാഷിന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. കല്യാണത്തിന് സമ്മതിച്ചു എന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കുകയാണേ. അപ്പോൾ അമ്മ ഇങ്ങനെ കൊണ്ടു കൊടുത്തിട്ട് ഇങ്ങനെ പറയണം, രാവിലെ തന്നെ തുടങ്ങാൻ പോകുകയാണല്ലേ, എന്തായാലും നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടാ. രാധയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അഭിനയിക്കുകയാണ് കേട്ടോ. ഗ്ലാസ്സൊക്കെ ഇങ്ങനെ നിരത്തി വെക്കുകയാണ്. അയ്യോ മോളെ, 4 ഗ്ലാസ് വേണ്ട, അഭിലാഷ് കുടിക്കൂല. ആണോ? അതെന്തായാലും മോശമായി പോയി, എന്താ അങ്ങനെ കുടിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാനങ്ങനെ തീരെ കുടിക്കില്ല എന്നല്ല, വല്ലപ്പോഴൊക്കെ കുടിക്കും, ഇന്നെന്തായാലും വേണ്ട. ഇന്ന് നല്ല ദിവസമാണല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം അമ്മ പറയുന്നുണ്ട് അതെ, എന്തായാലും അച്ഛന് പറ്റിയ മരുമോനെ തന്നെയാണ് കിട്ടാൻ പോകുന്നത്. രണ്ടാളും കൂടെ കുടിയും പിടിയും അടിയും തല്ലും, എന്തായാലും ഒരു ഗുണ്ട കൂടെ ഉള്ളത് നല്ലതല്ലേ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അഭിലാഷൻ എന്തോ ഒരു കുത്തി പറയുന്നത് പോലെ തോന്നും കേട്ടോ. അപ്പം പിന്നെയും അമ്മ പറയുന്നുണ്ട് എന്തായാലും മോളെ, അഭിലാഷിൻ്റെ പേരിൽ വല്ല ആനയുണ്ടോ? ഏതെങ്കിലും ഒരു ആനയുടെ പേരിട്ട് വിളിക്കാം അമ്മേ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അഭിലാഷ് ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കണതേ, നിങ്ങളെന്താ കളിയാക്കാണോ, പരിഹസിക്കാണോ? അല്ല, ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് അഭിലാഷ് ദേഷ്യത്തോട് കൂടിയിട്ട് എഴുന്നേൽക്കാണ് കേട്ടോ. ഇതേ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ആദ്യം വിരൽ ചൂണ്ടാണ് കേട്ടോ. അപ്പോൾ അയ്യപ്പൻ വേണ്ടിയിട്ട് പറയും, മോനെ ചൂടാവില്ലേ, അവൾ വെറുതെ പറഞ്ഞതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അഭിലാഷിനെ കൂളാക്കാനായിട്ട് അയ്യപ്പേട്ടൻ നോക്കാൻ കേട്ടോ. അപ്പോൾ രാധ പറയുന്നുണ്ട് അതെ, നിങ്ങൾ ആഗ്രഹം നടക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എടി ഞാനൊരു ഗുണ്ട തന്നെയാണ്, ശരിയാണ്, പക്ഷേ നിന്നെ കുറേ നാൾ ആ ഗുണ്ട വിക്രമൻ ഗുണ്ട നടന്നതല്ലേ എന്നൊക്കെ പറയും കേട്ടോ. വിക്രമേട്ടൻ അങ്ങനെ ആരുടെയും ആവശ്യമില്ലാതെ തല്ലുപിടിക്കാനൊന്നും പോകാറില്ല, നല്ല കാര്യത്തിന് വേണ്ടി മാത്രമേ തല്ലുപിടിക്കാൻ പോകാറുള്ളൂ. നിന്നെ ഞാൻ കൊണ്ടുപോകും, കല്യാണം കഴിക്കുകയും ചെയ്യുന്നൊക്കെ പറയട്ടോ. അതിന് വേറൊരാൾ കൂടെ ചോദിക്കേണ്ടി വരും എന്ന് പറയാം കേട്ടോ. അപ്പോൾ ആരോടാടിയും ചോദിക്കുമ്പോൾ വന്നു അയാളെന്ന് പറയും കേട്ടോ. അങ്ങനെ വിക്രം അവിടെ എത്താണ്. വിക്രം അവിടെ എത്തുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് പോകുന്നു അതോ വിക്രമേട്ടൻ ഇങ്ങോട്ട് വിളിക്കണം, ഇവിടെ കുറച്ച് ഫർണിച്ചറേ ഉള്ളൂ കേട്ടോ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും അഭിലാഷ് ചാടി ഇറങ്ങാണ് കേട്ടോ വിക്രമിനെ അടിക്കാനായിട്ട്. അപ്പോഴും മറ്റുള്ളവർ അടിക്കാൻ വരുമ്പോഴത്തേക്കും വേണ്ട എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും അവർ ഓടിപ്പോകും. പിന്നെ നമ്മുടെ അഭിലാഷിനെ വിക്രം അടിച്ചു ഒതുക്കാണ് കേട്ടോ. ലാസ്റ്റ് അഭിലാഷ് പറയും വേണ്ട ഞാൻ പോയിക്കോളാം
നോക്കിക്കോളാം എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പിടിച്ചിട്ട് പറയുന്നത് മേലിൽ ഇത്തരം പരിപാടിയായിട്ട് ഈ പറമ്പിൽ കയറി പോകുമായിരുന്നു പറയും. ഈ സമയത്ത് അയ്യപ്പൻ പറയാണ് ഇവളെ നിനക്ക് വേണ്ട, നീ കൊണ്ടുനടന്ന് നാട് മുഴുവൻ കൊണ്ടുനടന്ന് നിനക്ക് വേണ്ടാതായി ചവച്ച് തുപ്പിയിട്ട് ഇപ്പം വേറൊരുത്തിനെ കിട്ടിയില്ലേ നീ, എന്നിട്ട് എൻ്റെ മോളെ കല്യാണം നടത്താൻ സമ്മതിക്കില്ല എന്നൊക്കെ ചോദിക്കാം കേട്ടോ. പെട്ടെന്ന് അമ്മ ഓടി വന്നിട്ട് അയ്യപ്പേട്ടൻ്റെ മുഖത്ത് ഒറ്റ അടി അടിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ആവശ്യമില്ലാത്തതൊക്കെ വിളിച്ച് പറയുമ്പോൾ ഓർക്കണം, മകളാണ് ഈ നിൽക്കുന്നത് എന്നുള്ള കാര്യം എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് വിക്രത്തിനോട് പറയാണ് മോനെ വിക്രം, നീ ഇവൾക്ക് നിനക്ക് രാധനെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ രാധയ്ക്ക് നിൻ്റെ ജീവനാണെന്ന് എനിക്കറിയാം. പക്ഷേ നിൻ്റെ ജീവിതം ഇപ്പോൾ വേറൊരു രീതിയിലാണ്. പക്ഷേ ഇവളെ ഏതെങ്കിലും ഒരു നല്ല ആളുടെ കൂടെ കെട്ടിച്ചയച്ച് സന്തോഷത്തോടുകൂടെ ഇവൾ ജീവിക്കണമെന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് മോനെ. മക്കളില്ലാത്തൊരമ്മയാണ് പറയുന്നത്, ഭർത്താവും ഇല്ല. അപ്പോൾ പിന്നെ മോനോടല്ലാതെ വേറെ ആരോട് പറയാനാന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് രാധ എനിക്കിഷ്ടമാണ്, പക്ഷേ ഒരിക്കലും അതൊരു പങ്കാളിയോടുള്ള ഒരു ഇഷ്ടമല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അച്ഛനെന്ന് വെച്ചാൽ തല മുമ്പിട്ട് മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അപ്പം പെട്ടെന്ന് രാധയ്ക്ക് സന്തോഷമാകും. പക്ഷേ ഒരു പങ്കാളിയോടുള്ള ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ രാധയ്ക്ക് മുമ്പിട്ട് ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. എന്നിട്ടിങ്ങനെ വിക്രം പറയുന്നുണ്ട് ഇവിടെ നല്ലൊരാളെ കൂടെ കെട്ടിച്ചയക്കാനായിട്ട് അമ്മയുടെ കൂടെ ഞാനും ഉണ്ടാവും എന്നൊക്കെ പറയും കേട്ടോ. രാധയ്ക്കാണെന്ന് പറഞ്ഞാൽ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, അത് വേറെ രീതിയിലുള്ള ഇഷ്ടമാക്കി ഞാനെടുത്തോളാം എന്നൊക്കെ മനസ്സിലിങ്ങനെ പറയാണ്. പിന്നീട് കാണിക്കുന്നത് ദർശനും അമ്മയും കൂടിയിട്ട് വേദര വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ വർഷര നാളാണെന്ന്, അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വഴിപാടൊക്കെ കഴിച്ചു. അങ്ങനെ നേരെ ഇങ്ങോട്ട് കയറി വന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. അവൾ ആരോഗ്യമൊക്കെ നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി അവൾക്ക് വേണ്ടിയിട്ട് ഒരു മെനു തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വീട്ടിൽ ആദ്യത്തെ പേരക്കുട്ടിയല്ലേ എന്ന് പറയുമ്പോൾ ആദ്യത്തെ പേരക്കുട്ടി, അപ്പോൾ ഞങ്ങളൊക്കെ അത് നിൻ്റെ അച്ഛൻ്റെ അല്ലേ, നിൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ പേരക്കുട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ അമ്മ. അങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ദീപ്തി ദർശനോട് ചോദിക്കുന്നുണ്ട് ദർശൻ വക്കീൽ എന്താണ് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സുഖമായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടെ സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു, പക്ഷേ ഞങ്ങളുടെ വീടിനുണ്ടായിട്ടുള്ള ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പറയട്ടെ. എന്ത് ക്ഷീണം എന്ന് പറയണേ. അപ്പോൾ വേദ ചെയ്തു തന്നെ, വേദ ഈശ്വരൻ്റെ ഒരു നിയോഗം അനുസരിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ആരും ചതിച്ചു പോയതില്ലല്ലോ എന്ന് പറയുമ്പോൾ ദർശനമ്മ പറഞ്ഞു ഒരാളെ പ്രേമിച്ച് പോയാണെന്നുണ്ടെങ്കിൽ അതെങ്കിലും വിശ്വസിക്കാമായിരുന്നു. പക്ഷേ ഇതങ്ങനെയാണോ? എന്തായാലും എൻ്റെ മോനെന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ് വേദ എൻ്റെ മോനെ വിട്ട് പോയതെന്നാണ് നാട്ടുകാർ പറയുന്നതെന്ന് പറയും കേട്ടോ. എന്തായാലും ദീപ്തിനെ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നുള്ള കാര്യം അപ്പോൾ പറയുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട് അത് ദർശനോട് ആലോചിക്കാതെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറയട്ടോ. അപ്പോൾ അതെന്താണെന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. വേദ ചെയ്ത തെറ്റിന് ഞങ്ങളെല്ലാവരും ക്ഷമ ചോദിക്കാനല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ ഉണ്ടായ മാനക്കേട് തീരൂല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ദർശനോട് ഞാനിത് ചോദിച്ചിട്ടില്ല, ചോദിച്ചാൽ ദർശൻ സമ്മതിക്കില്ല എന്ന് അറിയുന്നതുകൊണ്ടാണ് ചോദിക്കാൻ ഞാൻ പറയട്ടോ. അപ്പോൾ ദർശൻ പറഞ്ഞു നമ്മൊന്നും മിണ്ടാണ്ടിക്ക്, ഈ വിഷയമൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ ഈ വിഷയം കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയട്ടോ. ദീപ്തിനെ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ദർശന് വേണ്ടിയിട്ട് വന്നതെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ദർശൻ്റെ മുഖവും ദേഷ്യം ആവുകയാണ്. അതുപോലെ തന്നെ ദീപ്തി കരഞ്ഞ് റൂമിലേക്ക് ഓടും. പിന്നെ ദർശനാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് കാർ സ്റ്റാർട്ടാക്കി ഒറ്റയ്ക്ക് പോകട്ടോ, അമ്മനെ കൊണ്ടുപോകില്ല. അങ്ങനെ അമ്മയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ശ്രീജിയും വേദയും കൂടിയിട്ട് ചീര അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മാഷ് ചോദിക്കുന്നുണ്ട് മോളെ എന്തെങ്കിലും വാങ്ങണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീജ പറയും നാളേക്ക് ഇഡ്ഡലിക്ക് ഇടാൻ ഉഴുന്ന് വേണം 1/4 കിലോ എന്ന് പറയും. ഈ സമയത്ത് അയ്യപ്പൻ കുടിച്ച് ബോധമില്ലാതെ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അയ്യപ്പനോട് മാഷ് ചോദിക്കുന്നുണ്ട് നിന്നോട് ഈ കോലത്തിൽ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറയുമ്പോൾ ഇന്ന് എനിക്ക് വന്നേ മതിയാവൂ, മാഷെ കണ്ടാൽ ഞാൻ നീങ്ങി പോകുന്നതല്ലേ, പക്ഷേ ഈ സമയത്ത് എനിക്ക് ഇങ്ങോട്ട് വന്നേ പറ്റൂ എന്നൊക്കെ പറയാം കേട്ടോ. നീ പോകാൻ നോക്കിയെന്ന് പറയുമ്പോൾ ഞാൻ പോകാൻ നോക്കാം, പക്ഷേ നിങ്ങളുടെ ഇളയ മോനുണ്ടല്ലോ അവനിങ്ങോട്ട് വിളിക്കുക എന്ന് പറയാം കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് അവന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ മോൾക്ക് വന്ന കല്യാണാലോചന മുടക്കാൻ അവൻ ആരാന്ന് ചോദിക്കാൻ കേട്ടോ. പെട്ടെന്ന് വേദയും ശ്രീജൊക്കെ ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. രാധയ്ക്ക് വന്ന കല്യാണാലോചന വിക്രം മുടക്കിയെന്ന് പറയുമ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് അതെ അവനോട് ആ കല്യാണാലോചന മുടക്കിയത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചപ്പോഴേ അവൻ പറഞ്ഞത് എന്താണെന്നറിയോ, അവനെ രാധയെ ഇഷ്ടമാണെന്ന്, അതാണ് അവൻ പറഞ്ഞ മറുപടി എന്ന് പറയൂട്ടോ. ഇത് കേട്ട വഴിക്ക് വേദന മുഖമൊക്കെ ആകെ മാറാണേ, ആകെ വിഷമിക്കുകയാണ് വേദ. അത് മാത്രമല്ല മാഷ് ഞെട്ടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീജ വിഷമത്തോട് കൂടിയിട്ട് വേദന നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.